ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പം നമ്മളിതിവിടെ സുഖമായിട്ട് അടിച്ച് പൊളിച്ച് നടക്കുകയാണ് ഗൈസ്. അപ്പോൾ ഇതാ കുറച്ച് ദിവസമായിട്ട് നീർച്ചയും വിരുന്നാരുടെ തിരക്കും എല്ലാം കൂടെ ആയിട്ട് ഭയങ്കര ജോലിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് വെള്ളിയാഴ്ചത്തെ ഒരു ഡേ ആണ്. അപ്പോൾ രാവിലെ നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് നമ്മുടെ തട്ടിക്കൂട്ടിൽ കലക്കി ദോശയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കൂടെ നമ്മൾ ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഗ്രീൻ പീസ് നമ്മൾ തലേ ദിവസം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഏകദേശമൊക്കെ വെന്ത് നമ്മൾ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ദോശ ചുടാൻ വേണ്ടിയിട്ട് ദാൾ എത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടിക്ക് ദോശ ചുടാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ദാൾ എന്താ പറയുക ഞാൻ ചുട്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, പിന്നെ നമ്മുടെ ഓയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്പം ചുടാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രഷിലാക്കുമല്ലോ, അപ്പോൾ ആ ഒരു ബോട്ടിൽ കുറച്ച് ഓയിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സവാള, തക്കാളി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറിയൊരു പീസ് ഇഞ്ചി, തക്കാളി എല്ലാം കൂടി, വെളുത്തുള്ളി എന്തൊക്കെയോ പറയുന്നുണ്ട് ഞാൻ, എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് മസാലയൊക്കെ വഴറ്റിയെടുത്ത ശേഷം പിന്നെ നമ്മുടെ ഗ്രീൻ പീസ് കുക്ക് ചെയ്തതും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഗ്രീൻ പീസും കുറച്ച് തേങ്ങയും കൂടി അരച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി. ദോശയ്ക്കും പിന്നെ ഉച്ചയ്ക്ക് ചോറിനും കൂടി കൂട്ടാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് അടുപ്പിൽ നമ്മൾ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇപ്പം തന്നെ ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. പിന്നെ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ പഞ്ചസാരയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ചായയും കൂടി ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്ന് ഫൈസിക്കുട്ടിക്ക് മദർസ് ഒന്നുമില്ല, വെള്ളിയാഴ്ച ആയിരുന്നു. പിന്നെ ഇതാ 2 എക്സാമും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ ഇന്ന് നമ്മുടെ അമ്പംകുന്ന് നീർച്ച കൂടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ അമ്പംകുന്ന് നീർച്ച അത്യാവശ്യം നന്നായിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു നീർച്ചയാണ്. എന്താ പറയുക, മുസ്ലിങ്ങൾ മാത്രമല്ല ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എന്താ പറയുക എല്ലാ മതത്തിലുള്ള ആൾക്കാരും വന്ന് എന്താ പറയുക ആ ഒരു മക്കാമിൻ്റെ ഉള്ളിൽ കയറാനും അതിൻ്റെ ഉള്ളിൽ പൈസ ഇടാനും എന്താ പറയുക ദുആ ചെയ്യാനും എല്ലാവരും കൂടാറുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ മതക്കാരും എന്താ പറയുക ഒരുമിച്ച് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് അമ്പംകുന്ന് നീർച്ച. അപ്പോൾ വന്നിട്ടുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നവരും ജസ്റ്റ് ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ ശേഷമാണ് കേട്ടോ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നത്. അങ്ങനെ നമ്മൾ ആ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ച് പിന്നെ ആ കുട്ടികൾക്ക് കുളിപ്പിക്കാനുള്ള വെള്ളമൊക്കെ വെച്ച ശേഷം പിന്നെ കഞ്ഞിക്കുള്ള വെള്ളം കൂടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം പണിയൊക്കെ തീർക്കണം, അതിന് വേണ്ടിയിട്ട് ആ വേഗം തന്നെ അടിച്ച് വരാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ മീൻകുളമൊക്കെ നല്ല വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ എല്ലാവരും വിരുന്നുകാരൊക്കെ വരുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ വൃത്തിയാക്കലും പറ്റൂല, പിന്നെ അവർ വരുമ്പോൾ ഇങ്ങനെ അഴുക്കായിട്ട് കിടക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ നമ്മൾ 2 ദിവസം മുന്നേ വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല പണി ഉണ്ടായിരുന്നു, കാരണം ഇപ്പോൾ നല്ലോണം പെട്ടെന്ന് പായലൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീൻകുളമൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ വേഗം ഒന്ന് അടിച്ചു വാരി എടുക്കാൻ കേട്ടോ. അടിച്ചു വാരലും തുടക്കലൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് കുറേ തുണികൾ മടക്കി വെക്കാനും പിന്നെ കുറേ ഒതുക്കി വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേ ചിലപ്പോൾ നമ്മൾ രാത്രി ചിലപ്പോൾ നേർച്ചയ്ക്ക് പോകും അമ്പംകുന്നിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ രാത്രി വന്നാലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം പണികളൊക്കെ ഒന്ന് തീർക്കുകയായിരുന്നു. പിന്നെ ഫാദുക്കുട്ടീനെ ചിലപ്പോൾ ഇന്ന് അംഗനവാടിയിലേക്ക് വിടുന്നുള്ളൂ, വണ്ടിക്ക് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ഇന്ന് അംഗനവാടിയിൽ വിടുന്നുള്ളൂ കേട്ടോ. പിന്നെ ഞായറാഴ്ച നമ്മുടെ ഫാദുക്കുട്ടിക്ക് ഒരു കുഞ്ഞ് പരിപാടിയൊക്കെ ഉണ്ട്, അതൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് കൊളാവുകയൊക്കെ ചെയ്തു. അതിൻ്റെ ഷോർട്സ് എന്തായാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ആദ്യമായിട്ട് ഫാദുക്കുട്ടി സ്റ്റേജിൽ കയറാനും വേണ്ടി പോയതാണ്, പക്ഷേ കയറാനും പറ്റിയില്ല, പാട്ടും പാടിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ആ ഒരു വീഡിയോയിൽ പറയാം കേട്ടോ. അങ്ങനെ തന്നെ നമ്മളെ സിറ്റൗട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അടിച്ച് വാരുകയാണ്. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 9 മണിയൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ നല്ല വെയിലാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു സിറ്റൗട്ടിൽ മുന്നത്തെ സ്റ്റെപ്പിലൊന്നും ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല. ശരിക്കും നമ്മളൊരു ദോശമാവൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ദോശയായി വരും തോന്നും, കാരണം അത്രയും വെയിലാണ് കേട്ടോ. നമുക്കൊരു ഓർമ്മയില്ലാതെ ചിലരൊക്കെ താഴത്ത് ചെരുപ്പിട്ടിട്ട് കയറി വരുമ്പോൾ അവരെ കാല് പൊള്ളിന്ന് വരെ പറയണേക്കാം, കാരണം അമ്മാരി തന്നെയുണ്ട്, നല്ല ചൂടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഫൈസിക്കുട്ടിനെ സ്കൂളിൽ വിട്ട് പിന്നെ നമ്മളിതാ ചോറ് കഴിക്കുകയാണ്. രാവിലെ ദോശ നമ്മൾ നീർദോശ ആയിരുന്നല്ലോ, കലക്കി ദോശ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിശന്നു കേട്ടോ. അപ്പോൾ തിരുമ്പലൊക്കെ കഴിഞ്ഞ ശേഷം വേഗം ചോറ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഫാദുക്കുട്ടി ഇക്കാൻ്റെ ഏട്ടത്തി വന്നിട്ടുണ്ടായിരുന്നു, മൂത്തേച്ചി വന്നിട്ടുണ്ടായിരുന്നു, ഇക്കാൻ്റെ ഏട്ടൻ്റെ ഭാര്യ. അപ്പോൾ അവരുടെ കൂടെ പോയിട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇതൊരു 5 മണി 5:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലത്തെ അപ്പുറത്തെ കുട്ടിയും ഫാദു പൈസ എല്ലാവരെയും കൂട്ടിയിട്ട് വെറുതെ നമ്മളെ റോട്ടിലേക്കൊന്ന് വന്നാണ് കേട്ടോ. ഇവിടെയൊക്കെ കടകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുട്ടികൾക്ക് മുട്ടായപ്പൊക്കെ വാങ്ങിച്ചു കൊടുത്ത് അങ്ങനെ അതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെല്ലാവരും ഇങ്ങനെ നേർച്ച സമയത്ത് ഇങ്ങനെ എല്ലാവരും റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ വന്നിരിക്കും കേട്ടോ. ഈ ഒരു മതിലിരുന്ന് കഴിഞ്ഞാൽ പെട്ടി പോണതും ആൾക്കാരൊക്കെ നേർച്ചയ്ക്ക് പോണതൊക്കെ കാണാം കേട്ടോ. നല്ല രസമാണ് ഇങ്ങനെ ഫാമിലി ഫ്രണ്ട്സിൻ്റെ കൂടിയൊക്കെ ഇങ്ങനെ ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ അന്നക്കുട്ടിക്കാണെങ്കിൽ ഒരു കുട്ടീനെ കിട്ടിയിട്ടുണ്ട്, അവൾക്ക് എടുക്കാനൊക്കെ പാകമുള്ള കുട്ടിയാണ് കേട്ടോ. ഇത് നമ്മളെ തറവാടിൻ്റെ തൊട്ട് ഇപ്പോഴത്തെ വീട്ടിലത്തെ കുട്ടിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്ന് സംസാരിച്ച് ഇന്ന് നമ്മൾ അങ്ങോട്ട് നേർച്ചയ്ക്ക് പോകണില്ല കേട്ടോ, കാരണം ഇന്നിങ്ങനെ ചെറുതായിട്ടൊക്കെ വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇന്ന് പോകണ്ട, നമുക്ക് നാളെ പോകാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്ന് ഇക്കാൻ്റെ ഏട്ടത്തിയൊന്നും വന്നിട്ടില്ല കേട്ടോ, നാത്തൂനൊന്നും വന്നിട്ടില്ല, അവരൊക്കെ നാളെ വരുള്ളൂ.
അപ്പോൾ അവർ വന്നിട്ട് അവരോട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ അവരെയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് ശനിയാഴ്ചയാണ്, അതായത് നീർച്ചൻ്റെ സെക്കൻഡ് ഡേ ആണ്. ഇന്ന് നമ്മൾ വെറുതെ ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് കാണാനൊക്കെ ഒരു പ്ലാനിൽ വന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ വിചാരിച്ചു നമുക്ക് കുറച്ച് ദൂരം അങ്ങനെ വെറുതെ നടന്ന് പോകാമെന്ന് വിചാരിച്ചു. എല്ലാവരും ഇങ്ങനെ പോകുമ്പോൾ ഒരു രസം. അങ്ങനെ അത് ഒട്ടകവും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതെന്താ സംഭവം എനിക്കറിഞ്ഞൂടാ, അവിടം വരെ ഇങ്ങനെ പോകും തോന്നുന്നുണ്ട് കേട്ടോ, എനിക്കറിഞ്ഞൂടാ. ഞാൻ അത് കണ്ടിട്ടില്ല കേട്ടോ. അതിന് മുന്നേ ഇതേപോലെ ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കുറേ പേര് ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയാണ് കേട്ടോ നമ്മളെ വീട്ടിലേക്ക് ഇറങ്ങണ വഴി, തറവാടിൻ്റെ അവിടേക്ക് ഇറങ്ങണ വഴി ഇതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു. വെറുതെ ഇങ്ങനെ ഓരോ കടകളൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കുന്നതാണ് കേട്ടോ പരിപാടി. അപ്പോൾ നമ്മൾ നേരെ ഇങ്ങനെ പോയത്. പിന്നെ നമ്മൾ വിചാരിച്ചു കോയ ഫണ്ടിക്ക് പോകാമെന്ന്. അതിന് പോകാൻ കാരണം അത് ഇപ്പോൾ ഒറ്റ ഒരുത്തിയാണ് കേട്ടോ. ഇവള് പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോൾ അവിടുന്ന് പായസവും ചായയും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, ബിരിയാണിയും കാര്യങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞു. ബിരിയാണി അല്ല, നെയ്ച്ചോറ്. അങ്ങനെ എന്തായാലും ഫ്രീ ആയിട്ട് പായസമൊക്കെ കുടിക്കാമല്ലോ എന്നുള്ളൊരു പ്ലാനിൽ നമ്മളവിടെ ഇറങ്ങി. അങ്ങനെ ക്യൂവിലൊക്കെ കുറച്ച് നേരം നിന്ന്. പക്ഷേ ക്യൂവിൻ്റെ ഫ്രണ്ടിലേക്കൊന്ന് നോക്കിയ സമയത്താണ് ആ ഒരു സത്യം നമ്മൾ തിരിച്ചറിഞ്ഞത്. കാരണം ക്യൂ എന്ന് പറയുന്നത് ഇവിടെ തുടങ്ങി ഏകദേശം ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് വരെ ഉണ്ട്. പിന്നെ അത്രയും നേരം പായസത്തിനും അതുപോലെ തന്നെ ബിരിയാണിക്ക് നെയ്ച്ചോറിനൊന്നും ക്യൂ നിൽക്കാനുള്ള ഒരു ക്ഷമ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കട്ടൻ ചായ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഫ്രീ ആയിട്ട് ഇത്തിരി കട്ടൻ ചായ കുടിച്ചിട്ട് നമ്മൾ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മുടെ കോയ ഫണ്ട്. ഇവിടെ നല്ല രസമാണ് കേട്ടോ, ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്. ഇതിൽ കൂടെ അങ്ങനെ കുറച്ചങ്ങനെ നടന്ന് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെത്താം. അങ്ങനെ നമ്മൾ പോയിട്ട് നേരെ തിരിച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ് ഇവിടെ കാണാൻ. പക്ഷേ ഇവിടെ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിലൊക്കെ ഒരു 2-3 മണിക്കൂർ നമ്മൾ നിൽക്കേണ്ടി വരും കേട്ടോ. അങ്ങനെ എന്തായാലും അതൊക്കെ കുറച്ച് നേരം നിന്ന് പിന്നെ നമ്മൾ നേരെ തിരിച്ചു വരുന്ന സമയത്ത് എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവിടെ അതിങ്ങനെ കടകളൊന്നും ഇല്ല കേട്ടോ, കുറേ അപ്പുറത്താണ് കടകൾ. ഇവിടെ ജീരക സോഡയും പിന്നെ തണ്ണിമത്തൻ അതൊക്കെ ഇങ്ങനെ ഉപ്പിലിട്ടതൊക്കെ ഉണ്ടായിരുന്നു. തണ്ണിമത്തൻ ജ്യൂസും ഇതൊക്കെ ഉപ്പിലിട്ടത്, പൈനാപ്പിളൊക്കെ ഉപ്പിലിട്ടതുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഒരു 4 ജീരക സോഡ കുടിച്ചു. അതിൻ്റെ പകുതി അവിടെ വെക്കുകയും ചെയ്തു. 2 വാങ്ങിച്ചാൽ മതിയായിരുന്നു എല്ലാവർക്കും. കാരണം ഇത് കുടിച്ചിട്ടും പോണില്ല കേട്ടോ, സംഭവം രസമല്ലായിട്ടല്ല കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെടാനായിട്ടാണ്. ഞാൻ കുറേ നാളായിട്ടോ ജീരക സോഡയൊക്കെ കുടിച്ചിട്ട്. അങ്ങനെ എന്നാലും അതൊക്കെ കുടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം ഇക്കാൻ്റെ താത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, നാത്തൂന്. അവരും അവരുടെ കുട്ടികളൊക്കെ ആയിട്ട് നമ്മൾ 3ാമത്തെ ദിവസം, അതായത് ഞായറാഴ്ച നമ്മൾ നീർച്ചിക്കുകയാണ് കേട്ടോ. എല്ലാ ദിവസവും തന്നെയാണ് പണി. പിന്നെ കൂടുതലുള്ളത് ഇക്കാൻ്റെ ഏട്ടൻ്റെ മകളാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുകയാണ്. പിന്നെയാണ് വീഡിയോ ആണെന്ന് അറിഞ്ഞത്. അങ്ങനെ നമ്മൾ പിന്നെ എന്താ പറയുക, നമ്മൾ നേരെ അമ്പകുന്നിക്കാണ് കേട്ടോ പോയത്. അമ്പകുന്ന് നല്ല തിരക്കാണ് കേട്ടോ, കുട്ടികളൊക്കെ കൈവിട്ട് പോകാനൊക്കെ ഭയങ്കര ചാൻസ് ഉണ്ട്. 3-4 പേരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് പോകുന്ന സമയത്ത് കൈ വിടാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. കൈ വിട്ട് കഴിഞ്ഞാൽ പിന്നെ മിസ്സാവും, പിന്നെ കിട്ടില്ല. പിന്നെ നമ്മൾ തോണിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെയൊക്കെ കുറച്ച് നേരം അങ്ങനെ തോണിയും കാര്യങ്ങളൊക്കെ കണ്ട് നിന്ന്. പിന്നെ നമ്മുടെ ഫാദുക്കുട്ടീനെ ഒരു കാറിൽ കയറ്റണം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു കാറിൽ കയറ്റുന്നതിനേക്കാൾ ഒന്നുകൂടി രസം ഉണ്ടാവുക മറ്റേ ഒരു വിമാനം പോലത്തെ സംഭവം ഉണ്ടാകും, അങ്ങനെ കുറച്ചിങ്ങനെ പൊന്തി പോണത് ഈ സംഭവം. അതിൽ കയറ്റാൻ 70 രൂപയാണ് കേട്ടോ. പക്ഷേ കയറ്റി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾ കരയാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അത് കംപ്ലീറ്റ് ആവുന്നതിന് മുന്നേ തന്നെ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര കരച്ചിൽ, ആൾ പേടിച്ചിട്ടാണ് തോന്നുന്നുണ്ട്, നല്ലോണം കരഞ്ഞ്. അപ്പോൾ പിന്നെ ആളെ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നേരെ വേഗം തന്നെ പോന്നിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇക്കാൻ്റെ ഏട്ടൻ്റെ മകൻ ഇന്ന് ഗൾഫിൽ പോകുന്നുണ്ടായിരുന്നു പിറ്റേ ദിവസം. അപ്പോൾ അതുകൊണ്ട് തന്നെ 8-9 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ ഉസ്താദൊക്കെ വരും. നമ്മൾ ദുആ ചെയ്യുമല്ലോ ഗൾഫിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ. അപ്പോൾ അതിന് 8:30 ആകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ എത്തും വേണം. ഒരു 6 മണി ആയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പിന്നെ ഈ ഒരു സാധനത്തിലേക്ക് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വേഗം പോകുന്നു കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ഇഷ്ടപ്പെട്ടാലേ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചേട്ടാ.